ഹായ് ഒരു കാർഡ്ബോർഡ് വെച്ചിട്ട് നമുക്ക് ഫ്രണ്ടിന് കൊടുക്കാൻ പറ്റുന്ന ഒരു അസൽ ക്രിസ്മസ് ഗിഫ്റ്റ് തയ്യാറാക്കിയാലോ. നമുക്ക് പലതരത്തിൽ കാർഡ് ഉണ്ടാക്കാമല്ലേ. അപ്പോൾ നമ്മൾ ഈ കാർഡ്ബോർഡ് ഉപയോഗിച്ചിട്ട് ഒരു അസൽ കാർഡ് ഉണ്ടാക്കിയെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളിതൊരു ആവശ്യമുള്ള സൈസിൽ ഇത് മുറിച്ചെടുത്തിട്ടുണ്ട്. അത്ര വീതിയൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മളൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മണം നല്ല സ്പെഷ്യലായിരുന്നു അല്ലേ. നമുക്ക് പുതിയ ബുക്കൊക്കെ തുറക്കുമ്പോൾ ഒരു സ്പെഷ്യൽ മണം ഉണ്ടാവില്ലേ. എനിക്കത് ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മളിതാ ഈ ഒരു ഷേപ്പിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഇതാ ഒരു ക്രിസ്മസ് ട്രീയുടെ ഷേപ്പ് ജസ്റ്റ് ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. അടിയിൽ നമ്മൾ ഒരു വേറെ പേപ്പർ ഉപയോഗിച്ചിട്ട് ഒരു തണ്ട് പോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് പ്രൊജക്ഷൻ കിട്ടുന്ന രീതിയിൽ. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മുടെ കയ്യിലുള്ള പഴയ മാലമണികളൊക്കെ എടുത്തിട്ട് ഒട്ടിച്ച് കൊടുക്കാൻ പോവുകയാണ്. ആദ്യം കുഞ്ഞു കുഞ്ഞു മണികളാണ് കേട്ടോ ഒട്ടിച്ച് ചേർത്തത്. അതിനുശേഷം കുറച്ച് വലിയ മണികൾ ഇതിൻ്റെ മുകളിലായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്ന് ഒട്ടിച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഏത് കളറായാലും കുഴപ്പമില്ല. ഇനി നമുക്കൊന്ന് കളർ പോയിട്ടുണ്ടെന്ന് തോന്നിച്ചാൽ ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്തിട്ട് ഒന്ന് ഫ്രഷ് ആക്കി എടുത്താൽ മതി. അതുപോലെ കുറച്ച് കളറിങ് പിന്നെ അതുപോലെ തന്നെ സ്റ്റാർസൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇതുപോലെ ഫ്രണ്ടിന് കൊടുക്കാൻ പറ്റുന്ന ഒരു അസൽ കാർഡ് റെഡി ആയിട്ടുണ്ട്. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കുഞ്ഞു ഫ്രണ്ട്സ് ചെയ്ത് നോക്കാനും മറക്കല്ലേ.